നമസ്കാരം. ലോകത്തിൻ്റെ പ്രഥമ പൗരൻ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ സ്വയം വില കൊടുത്തിരിക്കുന്നത്. അത്തരമൊരു ഈഗോയിലാണ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ജീവചരിത്രം മുഴുവൻ. ഇതിലേറ്റവും മുന്തിയ ഇനം ഈഗോയുള്ള നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. താനാണ് ലോകം നിയന്ത്രിക്കുന്നത്, താൻ ഉള്ളതുകൊണ്ടാണ് ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് എന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നു. താൻ ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഇസ്രയേൽ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടേനെ എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. താൻ ഇടപെട്ടില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കത്തിച്ച് തീർത്തേനേയും എന്നും ട്രംപ് പറഞ്ഞു. അതുകൊണ്ട് തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വേണമെന്നാണ് ട്രംപിൻ്റെ വാദം. മറ്റ് രാജ്യങ്ങളെയും ജനതയെയും അവരുടെ ഭരണാധികാരികളെയും അപമാനിക്കുന്ന കാര്യത്തിൽ ട്രംപിനെ വെല്ലാൻ മറ്റാരുമില്ല. യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ കൊണ്ടിരുത്തി അധിക്ഷേപിച്ചത് മറക്കരുത്. വനിതയായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി തന്നെ അവഗണിച്ചു എന്നതിൻ്റെ പേരിൽ വിളിക്കാത്ത ചീത്തയൊന്നുമില്ല. കാനഡയുടെയും സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ ഭരണാധികാരികളെ പരസ്യമായി അവഹേളിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോടെ അത്ര കമ്പമില്ലെങ്കിലും പരസ്യമായി അപമാനിക്കാൻ തുനിഞ്ഞില്ല. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലിൽ ഇന്ത്യ അതൃപ്തി നേരിട്ടറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പലതവണ അവകാശപ്പെട്ട ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ഇതുവരെ ഒപ്പുവയ്ക്കാത്തതും ഈഗോ ക്ലാഷിൻ്റെ ഭാഗമാണ്. അങ്ങനെ ലോക പോലീസായി മുമ്പോട്ട് പോകുന്ന ട്രംപിന് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇറാനിലെ യുദ്ധം. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇറാനെ കത്തിച്ച് ചാമ്പലാക്കി ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാനിലെ എണ്ണ മുഴുവൻ കൈവശപ്പെടുത്താം എന്നു കരുതിയാണ് ട്രംപ് രംഗത്തിറങ്ങിയത്. വെനസ്വേലിയൻ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി അമേരിക്കൻ ജയിലിൽ അടച്ച് വെനസ്വേലയുടെ എണ്ണയുടെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തതുപോലെ അനായാസമായിരിക്കും എന്ന് കരുതിയെങ്കിലും മാസം 5 പിന്നിട്ടിട്ടും യുദ്ധം ഒരിടത്തും എത്തുന്നില്ല. ഇറാനിയൻ ഭരണാധികാരികളെ വധിച്ചെങ്കിലും ആ രാജ്യം ശക്തമായി ചെറുത്തുനിൽപ്പ് തുടരുന്നു. അമേരിക്കയുടെ കാൽക്കീഴിലുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പോലും ഇറാന്റെ ശക്തി കണ്ട് വിരണ്ട് പതിയെ പതിയെ നിലപാട് മാറ്റുകയാണ്. നിർബന്ധിച്ച് സൗദി അറേബ്യയെ കൊണ്ട് ഇറാഖിനെ അടിച്ച് ഒപ്പം നിർത്താൻ ശ്രമിച്ചെങ്കിലും ആ സഖ്യമൊന്നും അത്ര വിജയകരമായി മുന്നോട്ട് പോകുന്നില്ല. ട്രംപിൻ്റെ യുദ്ധത്തിന് ഏറ്റവും അധികം നഷ്ടം സഹിക്കേണ്ടി വരുന്നത് UAEയും സൗദിയും അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഈ സഖ്യം പോലും മുറിഞ്ഞു പോകുമെന്നും ഇറാൻ കൂടുതൽ ശക്തിപ്പെടുമെന്നും ഭയന്ന് ട്രംപ് നിവൃത്തിയില്ലാതെ പലതവണ മുട്ടുമടക്കിയെങ്കിലും ഇറാൻ അതിന് വഴങ്ങുന്നില്ല. യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നഷ്ടം മുഴുവൻ നികത്തുകയും തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലപാടിൽ നിന്നും ഇറാൻ അണുവിട പിറകോട്ട് പോയില്ല. പലതവണ ഭീഷണിപ്പെടുത്തി, മുന്നറിയിപ്പ് കൊടുത്തു, ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഇതൊക്കെ ഇറാൻ പുച്ഛിച്ചു തള്ളി. അനേകം തവണയാണ് ഇറാനെ പൂർണ്ണമായും തച്ചുടയ്ക്കും, ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്നൊക്കെ ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. 2 ദിവസം കഴിയുമ്പോൾ ട്രംപ് പറയും, ഇറാൻ ഇതാ വഴങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസവും ട്രംപ് ഇത് തന്നെ അവകാശപ്പെട്ടു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു, സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ അതിന് മധ്യസ്ഥം വഹിക്കുന്നു, അതുകൊണ്ട് താൻ ഇറാനെ തകർക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്ന്. പതിവ് തെറ്റിക്കാതെ ഇറാൻ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് രംഗത്തെത്തി. ഒരു ചർച്ചയും നടക്കുന്നില്ല, അമേരിക്കൻ മേധാവിത്വത്തിന് കീഴടങ്ങാൻ ഇറാന് മനസ്സില്ല എന്ന് ഇറാൻ ഭരണാധികാരികൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അമേരിക്കയുടെ വില അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത്, പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ട്രംപ് തലയൂരുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് പക്ഷേ ട്രംപിൻ്റെയും അമേരിക്കയുടെയും മാത്രമല്ല, പശ്ചിമേഷ്യയുടെയും ഉറക്കം കെടുത്തുന്നു. യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ ഇങ്ങനെ നീണ്ടുപോയാൽ ഏറ്റവും അധികം നഷ്ടം സംഭവിക്കുക പശ്ചിമേഷ്യയിലെ സമ്പന്ന രാജ്യങ്ങൾക്കാണ്. തങ്ങളുടെ സുരക്ഷിതത്വമാണ് അവർ ഇതുവരെ മാർക്കറ്റ് ചെയ്തിരുന്നത്. അബുദാബിയും ദുബായും ഷാർജയും എന്തിനേറെ സൗദി അറേബ്യൻ നഗരങ്ങൾ പോലും ലോകത്തെ സുരക്ഷിതമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സ്ഥാപിച്ചെടുത്തിരുന്നു. പക്ഷെ സൽപ്പേരെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ട്രംപ് വെള്ളം കുടിക്കുന്നു, വിഷമിക്കുന്നു. അമേരിക്ക ഇറാനുമായി യുദ്ധത്തിലേർപ്പെട്ടതുകൊണ്ട് ഗാസയിലെ സമാധാന ചർച്ചകൾ നീക്കിവെക്കേണ്ടി വന്നിരുന്നു. ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ട്രംപ് ഇടക്കാലത്ത് വീണ്ടും ഗാസ ചർച്ചകളിലേക്ക് പോയി. ഹമാസ് എന്ന ഭീകര സംഘടന അവരുടെ ആയുധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന സുപ്രധാനമായ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. പക്ഷേ ട്രംപിൻ്റെ പ്രഖ്യാപനം ഇസ്രയേൽ ഗൗനിച്ച മട്ടില്ല. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ ഇസ്രയേൽ ആക്രമണം തുടരുന്നു.
എന്ന് വെച്ചാൽ ട്രംപ് തങ്ങളുടെ ചങ്കാണെന്ന് കരുതുന്ന ഇസ്രായേലും ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇറാനും ഒരുപോലെ അമേരിക്കയെ വകവയ്ക്കാത്ത സാഹചര്യം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ മാനം രക്ഷിക്കാൻ, ട്രംപിൻ്റെ മാനം രക്ഷിക്കാൻ അറ്റകൈ പ്രയോഗത്തിനൊരുങ്ങുമോ എന്ന ഭയം ശക്തമാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും നാടകീയമായി പിന്മാറുകയും ചെയ്തത് ഒരു തന്ത്രമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. ട്രംപിൻ്റെ പൊതുരീതി അങ്ങനെയാണ്. ഒരു കാരണവുമില്ലാതെ ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് അറ്റകൈ പ്രയോഗത്തിലൂടെ ഇറാനെ ഇല്ലാതാക്കാൻ ട്രംപ് ഗൂഢാലോചന നടത്തുന്നു എന്ന വാദം പലരും ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണത്രേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയത്. നെതന്യാഹുവും ട്രംപും തമ്മിൽ ദീർഘനേരം വൈറ്റ് ഹൗസിൽ ചർച്ച നടന്നു. ചർച്ചയിൽ എന്തു സംഭവിച്ചു എന്ന് രണ്ട് രാഷ്ട്രത്തലവന്മാരും വ്യക്തമാക്കിയിട്ടില്ല. ഇറാനെ സാധാരണഗതിക്കുള്ള യുദ്ധത്തിലൂടെ മെരിക്കാൻ കഴിയില്ലെന്നും അറ്റകൈ പ്രയോഗം മാത്രമാണ് ഇറാന്റെ മുമ്പിലുള്ള അവസാനത്തെ ആയുധമെന്നും ഇരു രാജ്യ തലവന്മാരും പരസ്പരം ചർച്ച ചെയ്തു തീരുമാനിച്ചു എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വെപ്രാളപ്പെട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയോ ഇസ്രായേലോ ഇറാനിൽ ബോംബിട്ടാൽ അത് ഇറാൻ ജനതയെ മാത്രമല്ല പശ്ചിമേഷ്യ മുഴുവൻ ബാധിക്കുന്ന സാഹചര്യമുണ്ടാവും. അതൊഴിവാക്കാനാണ് സൗദി അറേബ്യയും ഖത്തറും തിരക്കിട്ട് ചർച്ചകൾ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇറാൻ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അണ്വായുധം അവർ ഉണ്ടാക്കും. അത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ കാരണമാകും. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ജനതയാണ് ഇറാനികൾ. ഇറാൻ ഭരണകൂടം ഒരു ഡൂംസ്ഡേ ക്ലോക്ക് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഏറെ വർഷങ്ങളൊന്നുമില്ല ആ ക്ലോക്ക് അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഇറാന്റെ കണക്കനുസരിച്ച്. അതിനു മുൻപ് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അണ്വായുധ ശേഖരങ്ങൾ ഇല്ലാതാക്കി ഇസ്രായേലിനെ രക്ഷിക്കാനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. പക്ഷെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കും കടന്നു കയറാൻ കഴിയാത്ത മറ്റൊരു മലനിരക്കടിയിൽ കൂടി ഇറാന്റെ അണ്വായുധ പരീക്ഷണശാല നിലനിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള ഏക വഴി ഇറാന്റെ മേൽ അണുവായുധ പ്രയോഗമാണ് എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നെന്നും ഏറെ വൈകാതെ അതിനുള്ള പടപ്പുറപ്പാടിന് ഇരു രാജ്യങ്ങളും ഇറങ്ങിപ്പുറപ്പെടും എന്നും തന്നെയാണ് ചിലർ വിലയിരുത്തുന്നത്. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയുമാണ് ലോകം അണുവായുധത്തിൻ്റെ ശബ്ദവും ഭീകരതയും ആദ്യം അനുഭവിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയയിലുമായി അമേരിക്ക ഇട്ട അണുബോംബിൽ 1.5 ലക്ഷം പേരാണ് ആദ്യ ദിനം തന്നെ കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് മാസം അവസാനിക്കാറായപ്പോഴേക്കും മരണസംഖ്യ 2.5 ലക്ഷം കടന്നു. അണുവികരണം പല ദേശങ്ങളിലേക്കും പടർന്നു. ജപ്പാനിൽ കുറഞ്ഞത് 10 ലക്ഷം പേരെങ്കിലും ഈ അണുവായുധ പ്രയോഗത്തിൻ്റെ ഭാഗമായി വർഷങ്ങളായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഭിന്നശേഷിക്കാരായി മക്കളും കൊച്ചുമക്കളുമൊക്കെ ജനിക്കുന്ന സാഹചര്യം അമേരിക്കൻ അണുബോംബുകൾ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല. അമേരിക്ക അതിനുശേഷമാണ് ലോക പോലീസിൻ്റെ കിരീടം മുറുക്കി സ്ഥാപിച്ചത്. ഇപ്പോൾ ചൈന ആ ലോക പോലീസ് കിരീടം തട്ടിയെടുക്കുന്ന സാഹചര്യമുണ്ടാവുമ്പോൾ, ചൈനയും റഷ്യയും ഇറാനും കൈകോർക്കുമ്പോൾ, ഇന്ത്യ നിശബ്ദമായി മാറി നിൽക്കുമ്പോൾ അത്തരമൊരു അപകടം ഒഴിവാക്കാൻ 1945 മറ്റൊരു അണ്വായുധ പ്രയോഗം തന്നെ വേണമെന്ന് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന് 4 സൂചനകളാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. എമിറേറ്റ്സും എത്തിഹാദും അടക്കമുള്ള വിമാന കമ്പനികൾ റിസ്ക് എടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലേക്കും ഈ യുദ്ധാന്തരീക്ഷത്തിലും സർവീസ് നടത്തുമ്പോഴും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമുള്ള സർവീസുകൾ അവർ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. മറ്റ് സർവീസുകളും ഏതു നിമിഷവും നിർത്തിവെക്കപ്പെടാം എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പോകുന്നു. യുദ്ധം വേണ്ടെന്ന് വെച്ചു, ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നു എന്ന് ട്രംപ് തുടർച്ചയായി ആവർത്തിക്കുന്നതും ഇറാൻ അത് നിഷേധിക്കുന്നതും നെതന്യാഹുവിനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തതും ഇതിൻ്റെ മറ്റു സൂചനകളാണ്. ഇതിനേക്കാൾ വലിയ ഒരു സൂചന പശ്ചിമേഷ്യയിലെ 10 രാജ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അമേരിക്കൻ പൗരന്മാർക്ക് അതാത് രാജ്യങ്ങളിലെ എംബസികൾ ഉത്തരവ് കൊടുത്തിരിക്കുന്നു എന്നതാണ്. ഈ 10 രാജ്യങ്ങളിൽ
ഇസ്രയേലും ഉണ്ടെന്നോർക്കുക. UAE, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ഇറാഖ്, ജോർദാൻ, ഇസ്രയേൽ, കുവൈറ്റ്, ബഹ്റിൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ താമസിക്കുന്ന അമേരിക്കൻ പൗരന്മാരോടാണ് ഏറെ വൈകാതെ ഒഴിഞ്ഞു പോകാൻ അമേരിക്കൻ എംബസികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ ജീവന് മാത്രമേ അമേരിക്ക വില കൊടുക്കാറുള്ളൂ. അവർ ഏത് ദേശത്താണെങ്കിലും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്ക ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ധൃതി പിടിച്ച് ഈ 10 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് അന്തിമ യുദ്ധത്തിനുള്ള കാഹളമായി വിലയിരുത്തപ്പെടുന്നു. അത് ലോകമേറെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ലോകത്തിനു മുൻപിൽ തോൽക്കാൻ കഴിയില്ല. അവർ തോറ്റാൽ അവരുടെ തലയിലിരിക്കുന്ന കിരീടം റഷ്യയോ ചൈനയോ ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാകും. ഇതൊഴിവാക്കാൻ ഏതറ്റം വരെ പോകാൻ, കൂടെ നിൽക്കുന്നവരെ പോലും ചതിക്കാൻ അമേരിക്ക തയ്യാറായി വരാം. ഏറ്റവും ഭീതിതമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത്. ഇറാന്റെ മേൽ ഏതു നിമിഷവും അമേരിക്കയുടെ അണുവായുധ പ്രയോഗമുണ്ടായാൽ അതിശയിക്കേണ്ടതില്ല.